നിനക്കെന്താ ഉറക്കമില്ല കൽപ്പന? നീ എന്താ പ്രേതത്തെ പോലെ ഇതിനകത്ത് അലിഞ്ഞെറിഞ്ഞ് നടക്കുന്നേ? ജീവിച്ചിരിക്കുമ്പോ മോഹങ്ങൾ സാധിക്കാതെ ദുർമരണം സംഭവിച്ചവരാ പ്രേതങ്ങളായിട്ട് വരുന്നേ. നീ എന്നെ ജയിലിലോട്ട് അയച്ചപ്പോ തന്നെ എന്റെ മരണം കഴിഞ്ഞതാ. എന്റെ മോഹം സഫലമായിട്ടുമില്ല. ശരി, നീ പറഞ്ഞോളൂ, എന്തൊക്കെയാ നിന്റെ അതിമോഹങ്ങള്? ഞാനൊരു കോംപ്രമൈസിന് തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. ശീതളും ചില സത്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നരേന്ദ്രൻ അവളുടെ അച്ഛനല്ലെന്നും നീ കൈവശം വച്ചിരിക്കുന്ന സ്വത്തുക്കളുടെ ഭൂരിഭാഗവും അവൾക്ക് അവകാശപ്പെട്ടതാണെന്നും. അവൾ അതും അറിയണം. അത് മാത്രമല്ല, ആ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അവളുടെ അച്ഛനെയും അമ്മയെയും നീ നിന്റെ ഭർത്താവും ചെന്ന് കൊലപ്പെടുത്തിയെന്ന സത്യവും അവൾ അറിയണം. അതുകൂടി അവളെ അറിയിച്ചിട്ട് ആ സ്വത്തുക്കൾ ഞാൻ അവളെ തന്നെ തിരിച്ചേൽപ്പിക്കും. അവൾ പ്രായപൂർത്തിയാൻ വേണ്ടി കാത്തിരിക്കുക. ഞാൻ എന്റെ ഭർത്താവിനെ ചതിച്ച് ശീതളിന്റെ അച്ഛൻ സ്വന്തമാക്കി വെച്ച സ്വത്താ അത്. അതിനുവേണ്ടിയാ ഞാനും എന്റെ ഭർത്താവും ജയിലിൽ പോയതും 14 വർഷം അവിടെ കിടന്ന് നരകിച്ചതും. എനിക്ക് നിങ്ങൾ തമ്മിൽ നടത്തിയ ചതിയും വഞ്ചനയും ഒന്നും അറിയണ്ട. പിന്നെ എന്ത് കോംപ്രമൈസിനെ പറ്റിയാ നീ പറഞ്ഞത്? ശീതളിന്റെ അച്ഛന്റെ പേരിൽ മുംബൈയിലുള്ള കെട്ടിടങ്ങളും പൂനെയിലെ ഫാം ഹൗസും നിങ്ങൾക്കെടുക്കാം. പ്രായപൂർത്തിയെത്തുമ്പോ അവള് നിങ്ങളുടെ പേരിൽ എഴുതി തരും. കോടിക്കണക്കിന് രൂപ വിലയുള്ള വസ്തുക്കളാണത്. അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം. അതും മാത്രം പോരല്ലോ നരേന്ദ്ര. അവളുടെ അച്ഛന്റെ പണം ഉപയോഗിച്ച് കേരളത്തിലും തമിഴ്നാട്ടിലും നരേന്ദ്രൻ വാങ്ങിക്കൂട്ടിയ സ്വത്തുക്കളില്ലേ, അതും കൂടി വിട്ടുതരണം. ശീതളിന് അവളുടെ അച്ഛന്റെ സ്വത്തിൽ ഒരു അവകാശമില്ലേ? നരേന്ദ്രനല്ലേ ഇപ്പൊ അവളുടെ അച്ഛൻ. നിന്റെ സ്വത്ത് മുഴുവൻ അവൾക്ക് കൊടുത്തേക്ക്. ഞാനൊരു വിട്ടുവീഴ്ച ചെയ്യാം. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള വസ്തുവകകളുടെ പകുതി കൂടി നിങ്ങൾക്ക് വിട്ടുതരാം. വാസ്തവത്തില് ആ പകുതി മാത്രമേ ശീതളിന്റെ അച്ഛൻ്റെതായിട്ടുള്ളൂ. ബാക്കി ഞാൻ ബിസിനസ് ചെയ്തുണ്ടാക്കിയ വസ്തുക്കളാ. നരേന്ദ്രൻ ബിസിനസ് ചെയ്തതേ ശീതളിന്റെ അച്ഛന്റെ പണം കൊണ്ടല്ലേ? അതിൽ നിന്ന് നരേന്ദ്രൻ ഉണ്ടാക്കിയ ഓരോ പൈസയും എനിക്ക് അർഹതപ്പെട്ടതാ. ഞങ്ങൾ ആ സമയത്ത് ജയിലിലായിരുന്നതുകൊണ്ടാ നരേന്ദ്രന് ആ പണം കയ്യിൽ കിട്ടിയതും അത് വെച്ച് ബിസിനസ് ചെയ്തതും. നരേന്ദ്രൻ സാക്ഷി പറഞ്ഞ് ഞങ്ങളെ ജയിലിലേക്ക് അയച്ചില്ലായിരുന്നെങ്കിൽ ആ പണം കൊണ്ട് ബിസിനസ് ചെയ്യുന്നത് ഞങ്ങളായിരുന്നേനെ. അതുകൊണ്ട് ബിസിനസിന്റെ ചരിത്രമൊന്നും നരേന്ദ്രൻ പറയണ്ട. കൽപ്പന, ഞാൻ പറഞ്ഞ ഫോർമുല വെച്ചാണെങ്കിൽ നമുക്ക് കോംപ്രമൈസിലെത്താം. അല്ലെങ്കിൽ കൽപ്പന നാളെ നേരം വെളുക്കുമ്പോ ഈ വീട്ടിലുണ്ടാവരുത്. ഉണ്ടായാൽ ഞാൻ അടിച്ചിറക്കും. നരേന്ദ്രൻ തമ്പി, നല്ലതുപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. ആലോചിക്കേണ്ടത് നീയാണ് കൽപ്പന. ഒരു രാത്രി മുഴുവൻ നിന്റെ മുന്നിലുണ്ട്. ആലോചിക്കേ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ ഹരീഷേ, നരേന്ദ്ര തമ്പിയുടെ കാര്യം. അതിനൊരു അവസരം ഒത്തുവന്നിട്ടുണ്ട്. അവസരമോ? എന്താ ദേവർ ഉദ്ദേശിക്കുന്നത്? നരേന്ദ്രൻ തമ്പി നാളെ പുനലൂരിലെ എസ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. അതെങ്ങനെ നടത്തും? എങ്ങനെ വേണമെന്നുള്ള ഐഡിയ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ചോണം. ഞാനൊരു ചാൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ല, ഈ പുനലൂരിലെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്ത് തോട്ടമാ? റബ്ബറാണോ, തേയിലയാണോ, അതോ കാപ്പിയാണോ? റബ്ബറാ, പക്ഷേ മലമ്പ്രദേശ. ഒരുപാട് കുന്നും കൊക്കയും ഒക്കെ ഉണ്ട്. കൊക്കയായതുകൊണ്ട് വീടും മനുഷ്യരൊന്നുമില്ല. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യാൻ നല്ല സ്ഥലമാ. നരേന്ദ്രൻ തമ്പി മാത്രമേ ഉള്ളൂ, അതോ കൂടെ ആരും ഉണ്ടാവും? ചിലപ്പോ ഡ്രൈവർ കൂടെ ഉണ്ടാവും. ഡ്രൈവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് നാളെ പോകാതിരുന്നാലോ? അതൊക്കെ റിസ്കാ. അയാളെ കയ്യിലെടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണ്ടി വരും. ആടിനെ പച്ചില കാണിച്ച് പ്രലോഭിപ്പിക്കും പോലെ പണം കൊടുത്ത് അയാളെ പാട്ടിലാക്കണം. എന്തായാലും നാളെ അത് നടപ്പില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. നീ ഫോണിങ്ങ. നിങ്ങൾ നോക്കിയ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? കണിച്ചുകുളങ്ങര കൊലപാതകം ഓർമ്മയില്ലേ? അതുപോലെ. പക്ഷേ അത് പോലീസ് പൊക്കിയല്ലോ. നേർക്ക് നേരെ ഇടിക്കാതെ മറ്റെന്തെങ്കിലും ചതി, ടയർ പൊട്ടിക്കയോ ബ്രേക്ക് കളയോ, അങ്ങനെ എന്തെങ്കിലും. അത് ഐഡിയ കൊള്ളാം. ഞാനും അങ്കിളും കൂടി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം. വെക്കട്ടെ? ഓക്കെ. അവന്മാരെ ഉത്സാഹിച്ചാൽ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന കേസാ. അവന്മാർ ലേശം ഉഴപ്പാണോ?
നിനക്കെന്ത് തോന്നുന്നു? എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന്മാർക്കിട്ടൊരു പണി കൊടുക്കണം. നമുക്ക് നോക്കാം. അവരുടെ സ്ഥാവര ജംഗമത്തിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ അങ്കിളിന്റെ കയ്യിലല്ലേ, അതുകൊണ്ട് ചെറിയൊരു പേടി കാണും. ആ, നാളെ അവരെന്ത് ചെയ്യുന്നു നോക്കാം. ആ ജേട്ടാ, അവര് മനസ്സ് വെച്ച പുനലൂരിലെ തോട്ടത്തിൽ വെച്ച് തട്ടാവുന്നതേ ഉള്ളൂ. ദൃക്സാക്ഷിയാവാൻ ഒരു മനുഷ്യനെ പോലും കിട്ടില്ല. നരേന്ദ്രൻ തമ്പിയുടെ ആയുസ് എത്തിയെങ്കിൽ നാളെ സിദ്ധി കൂടും. നമുക്കാ പിന്നെയും ജോലി. ഓ, റീത്ത്, ശവസംസ്കാരം, അടിയന്തരം. അതെയോ, തൽക്കാലം ഇത്രയ്ക്ക് മനപ്പായസം കുടിക്കണ്ട, നമുക്ക് നോക്കാം. ഏത് സുഖവാസ കേന്ദ്രത്തിലേക്കാ യാത്ര? ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും ഡ്യൂപ്ലിക്കേറ്റ് മകളും ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യയും കൂടെ. ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യ എന്ന് പറയണ്ട, ഞാൻ ഒറിജിനൽ ഭാര്യ തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ തെളിയിച്ചു തരാം. നീ ആരായാലും എനിക്കെന്താ? ഈ തൈക്കിഴവന് കിടക്ക വിരിക്കാനുള്ള യോഗമാണല്ലോ നിന്റേത്. നിന്നോടെനിക്ക് സഹതാപമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നരേന്ദ്രന്റെ ചങ്കിൽ കൊണ്ടുവല്ലേ? സോറി. സത്യം എന്തായാലും സത്യം തന്നെയാണല്ലോ. ആട്ടെ, എങ്ങോട്ടാ യാത്ര? ഞങ്ങൾ പുനലൂർ എസ്റ്റേറ്റ് വരെ ഒന്ന് പോവാ. ഇന്ന് തിരിച്ചു വരുവോ? ഇതിനൊക്കെ എന്തിനാ മറുപടി പറയാൻ നിൽക്കുന്നേ? നരേന്ദ്രൻ മറുപടി പറയണോടി എന്റെ എല്ലാ ചോദ്യങ്ങൾക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടോ? ഞാനല്ല, അത് നീയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ കോംപ്രമൈസിന് തയ്യാറല്ല അല്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണ്. കോംപ്രമൈസിനുള്ള വഴി ഞാൻ തുറന്നിട്ടിരിക്കുക, നിങ്ങൾ അടുക്കാതെ. നഷ്ടക്കച്ചവടത്തിന് ഞാനില്ല നരേന്ദ്ര. നിങ്ങൾക്കെന്ത് നഷ്ടം? കോടിക്കണക്കിന് രൂപയുടെ ലാഭമല്ലാതെ. 14 വർഷത്തെ ജയിൽവാസത്തിന് നരേന്ദ്രൻ എത്ര കോടി രൂപയാ വിലയിട്ടിരിക്കുന്നത്? അത് നിങ്ങൾ ചെയ്ത കൊടും പാതകത്തിന് കിട്ടിയ ശിക്ഷയാ. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇതിന്റെ അനന്തരഫലം എന്താണെന്ന് നരേന്ദ്രൻ അറിയാമോ? ഇനി ഒരു 14 വർഷം നരേന്ദ്രൻ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. മോഹിച്ചു കെട്ടിയ ഈ പുതുപ്പെണ്ണിനെ വിട്ടിട്ട്, കൊതിച്ചു വാങ്ങിയ ഈ കൊട്ടാരം ഉപേക്ഷിച്ചിട്ട്, ലാളിച്ചു വളർത്തിയ ഈ പെങ്കൊച്ചിനെ കൈവിട്ട് കളഞ്ഞിട്ട് ചിലപ്പോ തൂക്കുമരത്തിലും കയറേണ്ടി വരും. എന്തെങ്കിലും സംശയമുണ്ടോ നരേന്ദ്രന്? പക്ഷെ അതിനു മുമ്പ് നരേന്ദ്രൻ ചെയ്യാനുള്ളത് ചെയ്ത് തീർത്തിരിക്കും. നരേന്ദ്രനെ തൂക്കിലേറ്റുന്നത് കണ്ട് സന്തോഷിക്കാൻ നീ ഉണ്ടായിന്ന് വരില്ല. അതും കൂടി മനസ്സിൽ വെച്ചോ. വാ മോളെ, അമ്മോ വാ. ആ, ഇറങ്ങിവാ. മൂന്ന് കരിക്ക് വാ. മോൾ കുടിക്കേ. മോളുടെ മുംബൈയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണോ അതോ ഞങ്ങളുടെ കരിക്കാണോ നല്ലത്? എസ്റ്റേറ്റിലേക്ക് ഇനിയും കുറേ ദൂരമുണ്ട്. എന്താ ക്ഷീണിച്ച മോള്? രാത്രി തങ്ങാനായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വരാം. ഇന്നത്തേത് നമുക്കൊരു വൺ ഡേ പ്രോഗ്രാമാ. ടൂറങ്ങ് ഹരം പിടിച്ചു പോയില്ലേ? ഈ കുട്ടി ഊമയാണോ? ഏയ്,
ചില സമയത്ത് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെയാ, ആംഗ്യ ഭാഷയിൽ. ആ എത്രയായി? 90 രൂപയായി. ദാ, ബാക്കി വെച്ചോ. നമുക്ക് പോവാം. വൈകുന്നേരം അങ്ങ് തിരിച്ചു വരേണ്ടതാ. വാ. പറഞ്ഞേൽപ്പിച്ചതുപോലെ മാത്രമേ ചെയ്യാവുന്നില്ല. സാഹചര്യം മാറിയാൽ അതനുസരിച്ച് നിങ്ങളുടെ യുക്തിക്ക് ചേരുന്ന വിധം പ്രവർത്തിക്കുക. എങ്ങനെയാണെങ്കിലും കാര്യം നടന്നിരിക്കണം. കൂടെയുള്ളവർ വിശ്വസ്തരാണല്ലോ അല്ലേ? അതെ, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരാ. മരിക്കാനല്ല, കൊല്ലാനാ നിങ്ങൾ പോകുന്നത്. ആർക്കും ഒരു സംശയം തോന്നരുത്. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റുകളൊക്കെ മാറ്റിയിട്ടില്ലേ? അതൊക്കെ എപ്പോഴേ ചെയ്തു. പോലീസോ വെഹിക്കിൾ ഇൻസ്പെക്ടറോ യാത്രക്കിടയിൽ പിടിച്ചാൽ ബുക്കും പേപ്പറും എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞേക്കണം. പിഴ അടച്ചോളാം സാറെന്നൊക്കെ താഴ്മയായിട്ട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തടി ഊരാൻ നോക്കണം. 1000-ന്റെ ഒരു ഗാന്ധി ചുരുട്ടി കൈ വെച്ചു കൊടുത്താൽ ഏത് പോലീസുകാരനും പൊയ്ക്കോളാൻ പറയും. ആ പൈസയൊക്കെ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനില്ലേ? അതൊക്കെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ. പുതിയ മൊബൈലും സിമ്മും അതൊക്കെ ഞാൻ എപ്പോഴേ സംഘടിപ്പിച്ചു കൊടുത്തു. പിന്നെ പുനലൂർ ഹില്ലി ഏരിയയാണ്. എസ്റ്റേറ്റിലെ റോഡ് ഭയങ്കര ദുർഘടം പിടിച്ചതാണ്. ഈ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമാക്കിയെടുക്കണം. ഗട്ടർ റോഡിൽ കൂടി തമ്പി അതിവേഗം കാർ ഓടിക്കില്ല. നിങ്ങൾ ബൈക്കിലായതുകൊണ്ട് അയാളെ ചേസ് ചെയ്യാനോ ഓവർടേക്ക് ചെയ്യാനോ ഒക്കെ എളുപ്പമാണ്. ഇതൊക്കെ നിങ്ങൾക്കുള്ള അനുകൂല ഘടകങ്ങളാണ്. കഴിയുമെങ്കിൽ ആദ്യം പറഞ്ഞത് തന്നെ അതേ രീതിയിൽ തന്നെ സംഗതി നടത്തണം. അതാ ഏറ്റവും സേഫായ മാർഗം. കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ മുങ്ങണം. എല്ലാ വിവരവും അപ്പോ ഫോൺ ചെയ്ത് എന്നെ അറിയിക്കണം. എൻ്റെ മൊബൈലിലേക്കല്ല, ഞാൻ തന്ന പുതിയ നമ്പറിലേക്ക്. ആ എങ്കിൽ ഇനി സമയം കളയണ്ട, ചെല്ല്. ആ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ ജീവൻ പോയാലും എന്റെയോ അങ്കിളിന്റെയോ പേര് നിങ്ങൾ ആരുടെയും നാവിൽ നിന്ന് വീഴരുത്. പേടിക്കാനൊന്നും ഇല്ലടോ. നിങ്ങളെ സംശയിക്കാനോ കണ്ടുപിടിക്കാനോ ഉള്ള യാതൊരു സാധ്യതയില്ല. അത്ര പെർഫെക്റ്റ് പ്ലാനിംഗ് ആണ് ഞങ്ങളുടേത്. പൊയ്ക്കോ. ആ ഇതാണ് നമ്മളുടെ എസ്റ്റേറ്റ്. ഇത് പുനലൂരിലെ മാത്ര. ഇതുപോലെ തമിഴ്നാട്ടിലുണ്ട്, നിലമ്പൂരുണ്ട്. ഇതൊന്നും അച്ഛൻ്റെ അല്ല, മോളുടെയാ. അച്ഛൻ വെറും കാവൽക്കാരൻ. എല്ലാം പിന്നെ പറഞ്ഞു തരാം. എസ്റ്റേറ്റ് കേട്ടില്ലേ? ഇനി ഓഫീസും ഫാക്ടറിയും ഒക്കെ കാണിച്ചു തരാം. ആ മോളെ, ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണ്ടേ? കേറ. ഹലോ, ആ എസ്റ്റേറ്റിലെത്തി. ഉണ്ട് സാർ, എല്ലാം ഓർമ്മയുണ്ട്. ആ പറഞ്ഞതുപോലൊക്കെ തന്നെ ചെയ്യാം. ആ ഓക്കെ. എസ്റ്റേറ്റിലെ ലേബേഴ്സിന്റെ ചുമതല നോക്കേണ്ട കാര്യം മാത്രമേ ഈ ഓഫീസിനുള്ളൂ. ഒരു മാനേജരും 10-15 ഫീൽഡ് ഓഫീസേഴ്സും.
ഫാക്ടറിക്ക് വേറെ ഓഫീസും മാനേജറും സ്റ്റാഫും ഒക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. മോളെ യാത്രയൊക്കെ എങ്ങനെ സുഖമായിരുന്നോ? സാറിനും ഫാമിലിക്ക് ലഞ്ച് ഇവിടെ റെഡിയാക്കാം. അടുത്തൊന്നും നല്ല ഹോട്ടലില്ലല്ലോ. ക്യാൻറ്റീനിലെ ഭക്ഷണം അത്ര നല്ലതുമല്ല. മോൾക്ക് എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷ് വേണം? ചപ്പാത്തിയോ ദാൽ കറിയോ? അതോ ഇന്ന് ഞങ്ങളുടെ ചോറുണ്ടെന്നോ? ആ ഡ്രൈവറെ വിളിച്ച് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം. ഓ സർ. ഊണ് കഴിഞ്ഞൊരു അല്പനേരം വിശ്രമിച്ചിട്ട് നമുക്ക് കുളത്തൂപ്പുഴ ഹിൽ സ്റ്റേഷനിലേക്ക് പോവാം. വൈകുന്നേരം ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകണം. സാറിന് തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ വിചാരിച്ചു കൊടുത്ത പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്തിട്ട്. യൂണിയൻകാരുടെ വഴക്ക് ഇതുവരെ തീർന്നില്ലേ? രണ്ടു കൂട്ടർക്കും നമ്മളോട് പ്രശ്നമൊന്നുമില്ല സർ. പക്ഷെ അവര് തമ്മിലുള്ള വൈരാഗ്യം ദിവസം പ്രതി കൂടിക്കൂടി വരിക. അതിന്റെ അടിസ്ഥാനം രാഷ്ട്രീയമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? രാഷ്ട്രീയം ഒരു മറ മാത്രമാണ് സർ. സത്യത്തിലുള്ള പ്രശ്നം ചില യൂണിയൻ നേതാക്കന്മാർ തമ്മിലുള്ള കിടമത്സരമാണ്. പക്ഷെ അത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ തൊഴിൽ നടക്കാതെ വരും. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങളിവിടെ ഇരിക്കേ, ഞാനിപ്പോ വരാം. ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കാൻ മാനേജർ സാർ പറഞ്ഞു. ഓ ശരി. ടൂൾസ് ഇങ്ങോട്ടോ. നിങ്ങളങ്ങോട്ട് മാറിയിരിക്കും. സാറിന്ന് തിരിച്ചു പോയാൽ എല്ലാം കുഴപ്പത്തിലാവും. അവന്മാർ തമ്മിൽ വീണ്ടും അടിയും വഴക്കും തുടങ്ങും. നേരത്തെ ഉണ്ടായ സംഘർഷങ്ങളൊക്കെ അടികലശലിൽ തീർന്നു. പക്ഷേ ഇനി അതിലൊതുങ്ങുമെന്ന് തോന്നുന്നില്ല. രണ്ടു കൂട്ടരും ആയുധങ്ങൾ കരുതി വച്ചിട്ടുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. നിലവിൽ രാഷ്ട്രീയ പാർട്ടികളാരും ഇവരെ നേരിട്ട് പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ നോക്കും. മീഡിയാസ് അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എസ്റ്റേറ്റിന്റെ സൽപ്പേരിനെ അത് ബാധിക്കും. രണ്ട് യൂണിയന്റെയും ലീഡേഴ്സിനെ വിളിച്ചൊരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ അത് സാറ് വിചാരിച്ചാലും നടക്കും. ഞാൻ പറ്റുന്നത് പോലെ ശ്രമിച്ചു നോക്കിയതാ. പക്ഷെ അവരടുക്കുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ ഫാമിലി ഉണ്ടല്ലോ. ഞങ്ങളിവിടെ തങ്ങാനുള്ള ഒരുക്കത്തിലല്ല വന്നതും. ഫാമിലിയെ തിരിച്ചയച്ചിട്ട് സാറിന് ഇന്നിവിടെ തങ്ങാൻ പറ്റുമെങ്കിൽ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ നമ്മുടെ കൈവിട്ടു പോകും. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ. താങ്ക് യു സർ. അത്യാവശ്യക്കാരിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിവിടെ തങ്ങാനുള്ള തീരുമാനം എടുക്കില്ല. രണ്ട് യൂണിയൻകാർ തമ്മിലുള്ളൊരു ക്ലാഷ് വർഷങ്ങളായിട്ടുള്ളതാ. ഒരു യൂണിയനിലെ ആൾക്കാർ രാജിവെച്ച് മറ്റേ യൂണിയനിൽ ചേർന്നോടെയാ പ്രശ്നങ്ങളുടെ തുടക്കം. അന്നു മുതൽക്കേ രണ്ടു കൂട്ടരും തമ്മിൽ അടി തുടങ്ങി. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെ ചിലപ്പോൾ കൊലപാതകം വരെ നടന്നേക്കും. അതാ സ്ഥിതി. നമ്മുടെ എസ്റ്റേറ്റിൽ വെച്ച് എന്ത് സംഭവിച്ചാലും നമുക്ക് തന്നെയല്ല അതിന്റെ ക്ഷീണം.
അതിലുപരി നമ്മുടെ തൊഴിലാളികളല്ലേ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ അവരും. അവര് തമ്മിൽ തല്ലി ചാകുന്നത് നമുക്ക് അനുവദിക്കാൻ പറ്റുമോ? ഇന്ന് വൈകുന്നേരം ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. വരാന്ന് 2 കൂട്ടിന് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിവിടെ തങ്ങിയേ പറ്റൂ. ഹിൽ സ്റ്റേഷനിൽ നമുക്ക് മറ്റൊരു ദിവസം പോവാം. വേണമെങ്കിൽ 1 2 ദിവസം മോളുടെ ഇഷ്ടം പോലെ. എന്നിട്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. എന്താ ഇടോ സർ? വാ, ഇവരെ വീട്ടിലെത്തിക്കണം. എന്നിട്ട് വണ്ടിയായിട്ട് നാം തിരിച്ചിങ്ങോട്ട് പോരെ. ശരി സർ. ആ മോളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. കേറിക്കോ. സ്പീഡ് കുറയ്ക്ക്. മാഡം, ബ്രേക്കിനെന്തോ ചെറിയ ട്രബിൾ ഉള്ളത് പോലെ.